വണ്ടിയുടെ ഫ്രണ്ടിൽ മുഴുവൻ പ്ലാസ്റ്റിക് കുപ്പി വരിയിട്ടേക്കുക. കുടിച്ചു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് കുപ്പി എവിടെയെങ്കിലും കളഞ്ഞൂടെ? ഈ പ്ലാസ്റ്റിക് കുപ്പി ഇടാനുള്ളതാണ് വണ്ടിയുടെ ഫ്രണ്ട് വശം. ഇത് KSRTC നന്നാക്കാനുള്ള ശ്രമമല്ല, മറിച്ച് റോഡ് ഷോ മാത്രമായിരുന്നു. കുപ്പിവെള്ളം ബസിന്റെ മുന്നിലിട്ടെന്നാരോപിച്ചാണ് മന്ത്രി പൊൻകുന്നം ഡിപ്പോയിലെ ഡ്രൈവർ ജെയ്മോൻ ജോസഫിനെ വിറപ്പിച്ചത്. ഒക്ടോബർ 1 കൊല്ലം ആയൂരിലെ ആ പൊട്ടിത്തെറി. ഉറപ്പായിട്ടുണ്ട് ഇത് ഇടരുതെന്ന് അവർക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. KSRTC CMDയുടെ നോട്ടീസ് ഉണ്ട്, ഇങ്ങനെ ഇടാൻ പാടില്ല. ഇനി ഈ വിവരാവകാശ രേഖ കൂടി കാണുക. ഒക്ടോബർ 3 KL 150209 ബസ്സിൽ കുപ്പിവയ്ക്കാനുള്ള സംവിധാനം ഘടിപ്പിച്ചതെന്ന് വ്യക്തം. അതായത് വിവാദമുണ്ടായ ദിവസം മന്ത്രി പറയും പോലെ കുപ്പിവയ്ക്കാനുള്ള ഹോൾഡർ വണ്ടിയിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ ജീവനക്കാരുടെ ഭാഗം കേൾക്കാതെ ഏകപക്ഷീയമായി നീങ്ങിയ മന്ത്രിയും മാനേജ്മെന്റും അവർക്കെതിരെ നടപടിയെടുത്തു, സ്ഥലം മാറ്റി. പിന്നീട് കോടതി ഇടപെട്ടാണ് ഡ്രൈവർ ജെയ്മോൻ ജോസഫിന്റെ സ്ഥലം മാറ്റം റദ്ദാക്കിയത്. മന്ത്രിയുടെ അമിതാധികാര പ്രവണതയ്ക്കെതിരെ രൂക്ഷമായ വിമർശനവും കോടതി ഉന്നയിച്ചിരുന്നു. ഇനി ഈ ബസ്സിൽ കണ്ടക്ടർക്ക് കുപ്പിവെള്ളം വയ്ക്കാനുള്ള സംവിധാനമുണ്ടോ എന്നറിയണ്ടേ? ഇല്ല. ദീർഘദൂരം ഓടുന്ന ജീവനക്കാർക്ക് അവരുടെ ബാഗ് വയ്ക്കാനും സൗകര്യമുണ്ടായിരുന്നില്ല. എല്ലാ വണ്ടിയിലും വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ടെന്നാണ് മന്ത്രിയുടെ അവകാശവാദം. എന്നാൽ വിവാദ ദിവസം ഈ വണ്ടിയിൽ അതും ഉണ്ടായിരുന്നില്ല. സ്ഥാപിച്ചത് 15 ഒക്ടോബറിനാണ്. മന്ത്രിയുടെ ബസ് തടയലും പിന്നാലെ കോടതി കയറിയ വിവാദവും കൃത്യമായ പരിശോധന ഉണ്ടായിരുന്നുവെങ്കിൽ ഒഴിവാക്കാമായിരുന്നുവെന്നാണ് വിവരാവകാശ രേഖ തെളിയിക്കുന്നത്. വസ്തുതകൾ ഇങ്ങനെയാണെന്നിരിക്കെ ജീവനക്കാർക്കെതിരെ സമർപ്പിച്ച ഈ കുറ്റപത്രം പിൻവലിക്കുമോ എന്നും അറിയണം.